നമസ്കാരം, ഞാൻ രശ്മി. ഇത് ചിക്കു ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് വിഷു സ്പെഷ്യൽ ഒരു പായസം ഉണ്ടാക്കാൻ പോവാണ്. ഇപ്രാവശ്യം ഒരു വെറൈറ്റി പായസമായാലോ? കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പായസം, ചോക്കോനട്ടി പായസം. മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. ഇപ്പൊ മിൽക്ക് മെയ്ഡ് എവിടെ പോയി മോളെ എടുത്തില്ല. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. ഇത് മുഴുവൻ വേണ്ട കേട്ടോ, ഇതിൻ്റെ പകുതി മതി. പിന്നെ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുണ്ടാക്കുന്ന പായസം മാത്രമല്ല, പല റെസിപ്പികളൊക്കെ ഉണ്ടാക്കുക. അത് അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. നമ്മൾ കുറേ റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ചിക്കൂസ് ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. പായസത്തിന് നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള പായസമായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കാം. ഇപ്പം ഒറ്റയ്ക്കൊക്കെ താമസിക്കാനായിട്ട് നമുക്ക് മടിയാവും ഒരു പായസം ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഈ ഒരു പായസം നമ്മൾ ഉണ്ടാക്കുക എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മളിത് കണ്ടു കഴിയുമ്പോൾ എത്ര പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞോ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു വിഷു നമുക്ക് കുട്ടികൾക്കൊപ്പം നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ അത് മാത്രമല്ല, മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പികളുണ്ട്. അതെല്ലാം കാണാനായിട്ട് milkmaid.in എന്ന വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ഒരുപാട് റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അപ്പോൾ നമുക്ക് ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. അപ്പൊ നമുക്ക് പോവാം. നമ്മൾ അടുക്കള ഉരുളിയൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഉരുളിയിൽ ഉണ്ടാക്കാം. ഉരുളി ഒന്നും വേണമെന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു എന്താ പറയാ, ഒന്ന് ആർഭാടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഉരുളി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പിടി കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. അത് നമുക്കെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാനിതിൽ കിസ്മിസ് ഇടുന്നില്ല കേട്ടോ. നമ്മുടെ ചോക്കോനട്ടി പായസമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ കിസ്മിസ് ഇടുന്നില്ല. ഇനി അതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് സേമിയാണ് ചേർക്കുന്നത്. റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്. നെയ്യിൽ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇത് ചേർത്ത ഉടനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലത് മാത്രം പെട്ടെന്ന് മൂത്ത് പോകും. പിന്നെ തീ കുറച്ച് വെച്ചേക്കാം. ഉരുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഡാർക്ക് കളറായിട്ട് വന്നോളും. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ തിളപ്പിച്ച പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ആ സേമിയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കട്ട കിട്ടും. ഇത് മതി. ഇനി അത് അവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടയ്ക്കുന്ന സമയത്ത് മുഴുവനായിട്ട് അടയ്ക്കേണ്ട, പാല് പുറത്തോട്ട് തൂക്കിപ്പോവും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അവിടെ ഇരിക്കും. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതങ്ങ് മിക്സായി വന്നോളൂ. അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് എടുക്കാം. ശരിക്കും നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത് ഒരു 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ബ്രാൻഡാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ വല്ലപ്പോഴും ആയിരിക്കും ഇതൊക്കെ കിട്ടുക. അപ്പോൾ അത് സമയത്ത് ഇതൊക്കെ തോണ്ടി തക്കിക്കൊണ്ട് നടക്കൽ തന്നെയായിരിക്കും. ഇപ്പം നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ആയതിനു ശേഷം മാത്രം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മിൽക്ക് മെയ്ഡ് 1/2 ടിന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ വേറെ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടും. പാകത്തിനുള്ള മധുരമായിരിക്കും. അഡീഷണൽ ആയിട്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ശരിക്കും എപ്പോഴും മിൽക്ക് മെയ്ഡ് എടുക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊന്ന് തൊട്ട് നാക്കിൽ വെക്കും. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. തിളയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പായസം. ഇത് നമുക്ക് കൊക്കോ പൗഡർ പാലിൽ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും ആ കൊക്കോ പൗഡറൊക്കെ ഒന്ന് അടിയിൽ സെറ്റിൽ ഡൗൺ ആവും. ഇനി നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ട് ആണ്. 25 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കോമ്പൗണ്ടോ ചോക്ലേറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റോ ഏത് വേണേലും ചേർക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കണ്ട, അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. ഇതും കൂടെ ചേർത്തിട്ട് ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഇളക്കി അത് മെൽറ്റ് ആവുന്ന വരെ മാത്രം വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഓഫാക്കാം. കഴിഞ്ഞു, പായസം റെഡിയായി. എത്ര പെട്ടെന്ന് കഴിഞ്ഞുല്ലേ. ഈസി പായസം, കുട്ടികൾക്ക് പോലും തയ്യാറാക്കാം എളുപ്പത്തിൽ. അപ്പോൾ ഇതുണ്ട്. ഇപ്പം തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയാണുള്ളത്. ഒരുപാട് കുറുക്കി കളയണ്ട. കാരണം തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അത് ഓഫാക്കിയിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ ഇടണ്ട. അപ്പോൾ നമ്മുടെ ചോക്കോനട്ടി പായസം അല്ലേ, അപ്പോൾ ആ നട്ട്സൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് ടേസ്റ്റും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പൊടിച്ച് കളയേണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുകളിൽ നല്ലൊരു ഡാർക്ക് കളറിൽ വരും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ ഒരു ബൗളിൽ സെർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ കുടിക്കുന്ന സമയത്ത് ഒരു 2 ലെയറായിട്ട് നമുക്കിങ്ങനെ തോന്നും. അടിയിലൊരു ലൈറ്റ് കളറും മുകളിലൊരു കുറച്ചൊരു ഡാർക്ക് കളറായിട്ട്. അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് സെർവ് ചെയ്ത് വെക്കുകയാണ്. ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതാ അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് റൈസ് ക്രീപ്സ് ഇട്ട് കൊടുക്കുകയാണ്. പായസം കുടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ക്രഞ്ചിനെസ്സും കൂടെ വരും. പക്ഷേ തണുത്തതിന് ശേഷം വേണം ഇടാനായിട്ട്. ചൂടോടെ ഇട്ടാൽ അത് അങ്ങ് സോഫ്റ്റ് ആയിപ്പോവും. ഒന്ന് തണുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കാഷ്യൂ നട്ട് മാത്രം വെച്ചൊന്ന് ഗാർണിഷ് ചെയ്താലും മതി. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ചോക്കോനട്ടി പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അടിപൊളി കേട്ടോ. ശരിക്കും നമ്മൾ വിചാരിക്കും ചോക്ലേറ്റും പായസവും കൂടെ ചേരുമോ എന്നുള്ള കാര്യം. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഒരുപാട് ചോക്ലേറ്റി അല്ല. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ആ ചോക്ലേറ്റിൻ്റെ ആ കയ്പൊന്നുമില്ല, പക്ഷേ ഒരു വെറൈറ്റി പായസമാണ്. പിന്നെ അത് മാത്രമല്ല ആ ചോക്ലേറ്റിൻ്റെ റൈസ് ക്രീപ്സൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ക്രഞ്ചിനെസ് വരുമ്പം അത് നല്ല രസമുണ്ട് വായിൽ. ചെറിയ നട്ട്സ് ക്രഷ് ചെയ്തിട്ടത് കൊണ്ട് അതും എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മധുരമൊക്കെ പാകമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ പായസം മാത്രമല്ല മിൽക്ക്മെയ്ഡ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പികളുണ്ട്. അതൊക്കെ കാണാനായിട്ട് milkmaid.in എന്ന വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. നല്ല നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടും. ഉണ്ടാക്കി നോക്കാം. ഇതാണ് www.milkmaid.in എന്ന വെബ്സൈറ്റ്. നമ്മൾ മിൽക്ക്മെയ്ഡ് ഉപയോഗിച്ച് ഒരുപാട് ട്രഡീഷണൽ ഡെസേർട്സ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ ഇപ്രാവശ്യം കുട്ടികൾക്ക് ഒരു പുതുമയായാലോ. അതിനുവേണ്ടി milkmaid.in എന്ന വെബ്സൈറ്റിൽ ധാരാളം എക്സൈറ്റിംഗ് റെസിപ്പീസ് ഉണ്ട്. സാധാരണ ട്രഡീഷണൽ പായസത്തിന് പകരമായിട്ട് ചോക്കോനട്ടി പായസം, ബനാന കാരമൽ പായസം, അടപ്രഥമന് പകരമായിട്ട് പാലട ടാർട്ട്, പിന്നെ സർപ്രൈസസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചോക്കോ ഫിൽഡ് ഉണ്ണിയപ്പം, ജാം ഫിൽഡ് ഉണ്ണിയപ്പം, അങ്ങനെ പല വെറൈറ്റി റെസിപ്പീസൊക്കെ കാണാനായിട്ട് milkmaid.in എന്ന വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ മതി. പിന്നെ വിഷു സ്പെഷ്യലായിട്ട് ഈ ഒരു പായസം മാത്രമല്ല കേട്ടുള്ളത്. അടുത്തൊരു സ്പെഷ്യൽ പായസം കൂടി ഉണ്ട്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. കാണാൻ മറക്കല്ലേ. അപ്പോൾ അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.